നമസ്കാരം. 24 എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ന്യൂസ് ബ്രേക്സ് തുടങ്ങുകയാണ്. ഇന്ന് ഫെബ്രുവരി 18 ബുധനാഴ്ചയാണ്. മലയാള മാസം കുംഭം 6. ന്യൂസ് ബ്രേക്സിൽ വിശദമായി ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24ന്റെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB, കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ്, ഡൽഹിയിൽ നിന്ന് വിനീത വിജി, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അവിടെ ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദറിനോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡോക്ടർക്കെതിരെ മുൻപും സമാന പരാതികൾ ലഭിച്ചതായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന പറഞ്ഞു. സംഭവത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടറെ നിർബന്ധിതമായി ലീവിലേക്ക് പ്രവേശിക്കാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധരുടെ അടക്കമുള്ള ഒരു അന്വേഷണ സംഘത്തിന് പോസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും നടത്തും. ഇതിന് സമാനമായി കുറച്ച് കാര്യങ്ങളും കൂടി എല്ലാം ഇപ്പോൾ പരാതികൾ തന്നിട്ടുണ്ട്. DMOയ്ക്ക് 2 പരാതികളും കൂടി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു അന്വേഷണം കൂടി നടത്തിയതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ ഇവിടെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായി അതിനുള്ള ആക്ഷൻസ് എടുക്കും. ജിബിൻ JB വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണമാണ്. ഇപ്പോൾ ഡോക്ടർ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ. അതുതന്നെയാണ് ദിൽന. കാരണം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കെതിരെ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു ആരോപണം വരുന്നത്. ഈ ആരോപണ വിധേയ ഡോക്ടർ, അതായത് ബിന്ദു സുന്ദറിനെതിരെ തന്നെ മുൻപും സമാന രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ 24ലൂടെ തന്നെ കണ്ടതാണ് ഹസ്ന ഫാത്തിമ എന്ന് പറയുന്ന ഒരു യുവതിയുടെ പരാതി. സമാന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഒരു കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ മരണത്തിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി കുടുംബവും അതുപോലെ തന്നെ പാർട്ടി പ്രതിനിധികളും രംഗത്തെത്തിയത്. കാരണം ഈ ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് ഇത്തരത്തിൽ ഈ ശിശുവിൻ്റെ മരണം സംഭവിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന പ്രതിഷേധത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെ നേരിട്ട് ആശുപത്രിയിൽ എത്തി നൽകിയ ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ആരോപണ വിധേയയായ ഡോക്ടറിനോട് കുറച്ച് ദിവസത്തേക്ക് അവധിയിൽ പ്രവേശിക്കാൻ, അന്വേഷണത്തിന്റെ ഭാഗമായി അവധിയിൽ പ്രവേശിക്കാൻ കൂടി ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയും അവിടെ പ്രതിഷേധം തുടർന്നു. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെയും വിവിധ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നലെ രാത്രി ഏറെ വൈകിയും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് DMO, ആരോഗ്യവകുപ്പ് ഡയറക്ടർ തുടങ്ങിയവർ RD ഉൾപ്പെടെയുള്ളവർ നേരിട്ട് സ്ഥലത്തെത്തിക്കൊണ്ട് പ്രതിഷേധക്കാരുമായി ഒരു സമന്വയ ചർച്ച നടത്തിയത്. ഈ ചർച്ചയ്ക്കൊടുവിലാണ് ഇവർ ഡോക്ടറുമായി സംസാരിച്ച ശേഷം അവധിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ഈ സംഭവത്തെക്കുറിച്ച് പഠിക്കുന്നതിന്, അതായത് നവജാത ശിശുവിൻ്റെ മരണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തിയ ശേഷമായിരിക്കും ഈ പ്രസവ ശസ്ത്രക്രിയയിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാർ, മറ്റു നഴ്സുമാർ തുടങ്ങിയവരുമായി മറ്റ് ഡോക്ടർമാരുമായി സംസാരിച്ച ശേഷമായിരിക്കും കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകുക. ഈ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറുകയും ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസം സ്ഥലം MLA കൂടിയായിട്ടുള്ള DK മുരളി MLA ആണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് തന്നെ നേരിട്ട് ഒരു കത്ത് നൽകിയത്. കാരണം ഈ ആരോപണ വിധേയ ഡോക്ടർക്കെതിരെ ഇത് ആദ്യത്തെ പരാതിയല്ല. കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് വീണ്ടും പരാതി ഉണ്ടായിരുന്നു. അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നും നെടുമങ്ങാട് ആശുപത്രി പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് ഡോക്ടർക്കെതിരായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ മാത്രമേ, അതായത് ഡോക്ടറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിൽ ഉൾപ്പെടെ ഒരു അനിശ്ചിതത്വം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാകും ഇന്ന് നെടുമങ്ങാട് ആശുപത്രിക്ക് മുന്നിലുണ്ടാവുക. അതില്ല, DMOയ്ക്ക് നേരത്തെയും ഈ ഡോക്ടർക്കെതിരെ പരാതി ലഭിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അതിൽ പിന്നീട് നടപടിയെടുത്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് മറ്റൊരു പരാതി വരുമ്പോൾ അതൊരു ശ്രദ്ധേയമായ ചോദ്യമാവുകയാണ്. ജിബിൻ തുടരുകയാണ്. ജിബിൻ, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റു വാർത്തകൾ, പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രത്യേക കണക്കെടുപ്പിനൊക്കെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. മറ്റെന്ത് വാർത്തകളാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന്, തെക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇതെല്ലാം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേകമായി വരുന്ന വാർത്ത എന്ന് പറയുന്നത്, ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം ചേരുകയും യോഗത്തിൽ ഒരു പ്രത്യേക തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് തന്നെ രൂപീകരിക്കുന്നതിന്, അതായത് ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരുന്ന 10 ദിവസത്തിനകം തന്നെ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവനായി പരിഹരിച്ച് 27
തീയതിയോടുകൂടി കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ദേവസ്വം ബോർഡ് യോഗം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കീഴിലുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കണക്കുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കീഴിലുള്ള കമ്പനി ഉപകരാറുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉപകരാറുകൾ കൂടി പഠിച്ച ശേഷം അവർ നൽകിയിരിക്കുന്ന ബിൽ തുകകൾ ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും പുതിയൊരു റിപ്പോർട്ട് കണ്ടെത്തുക. അത് മാത്രമല്ല ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലാണെന്നുണ്ടെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു വിധി കോടതി എന്ന് പറയാനിരിക്കുകയാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ 2 കേസിലും ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയുന്നുണ്ട്. ദ്വാരപാലക ശില്പ കേസിലും കട്ടിളപ്പാളി കേസിലുമാണ് ഇന്ന് കോടതി വിധി പറയുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് സംബന്ധിച്ചിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് കോടതി കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് ഈ കണ്ഠരര് രാജീവരുടെ ഭാഗത്ത് നിന്ന് അഭിഭാഷകൻ പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് യാതൊരുവിധ ബന്ധവുമില്ല, ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ജാമ്യാപേക്ഷ കോടതിയിൽ എതിർക്കാൻ തന്നെയാണ് SITയുടെ നീക്കമെന്ന് പറയുന്നത്. കാരണം SIT പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ട്, കുടുംബാംഗങ്ങൾക്കുണ്ട്. അതൊക്കെ തന്നെ SIT കണ്ടുപിടിച്ചതുമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് ഈ ജാമ്യാപേക്ഷ കോടതിയിൽ എതിർക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ SITയും ഉള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നിർണായകമായ ദിവസമാണ്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ എന്ന കൊല്ലം വിജിലൻസ് കോടതി അതിൽ വിധി പറയുന്നുണ്ട്. ജിബിൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ ജയലക്ഷ്മിയിൽ വലിയ തീപിടുത്തമായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഇതിൽ ജില്ലാ ഫയർ ഓഫീസർ ഇന്ന് റിപ്പോർട്ട് നൽകും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കും എന്നാണ് വിലയിരുത്തൽ. കോടികളുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന്. നിഖിൽ, 6 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നമുക്ക് തീ അണയ്ക്കാൻ സാധിച്ചത്. ഈ പ്രാഥമിക വിലയിരുത്തൽ ഒപ്പം നാശനഷ്ടങ്ങളുടെ കാര്യത്തിലുള്ള ഒരു കണക്ക് ഇതെല്ലാം കൃത്യമായി ലഭ്യമായിട്ടുണ്ടോ? വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജയലക്ഷ്മിയിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി ഉണ്ടായ തീപിടുത്തം ഏതാണ്ട് 6 മണിക്കൂർ എടുത്താണ് പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കി അത് അണയ്ക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 20 യൂണിറ്റ് ഫയർ എഞ്ചിനുകളാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. എന്ന് മാത്രമല്ല കരിപ്പൂരിൽ നിന്നുള്ള അല്പം കൂടി വിദഗ്ധ സംവിധാനങ്ങളുള്ള ഫയർ എഞ്ചിൻ കൂടി എത്തിയതോടുകൂടിയാണ് പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ഈ തീപിടുത്തത്തിൽ ഇന്നിപ്പോൾ ജില്ലാ ഫയർ ഓഫീസർ വിശദമായിട്ടുള്ള റിപ്പോർട്ട് കൈമാറും. പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യം. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം ഇന്ന് പരിശോധിക്കും. ഈ ടെക്സ്റ്റൈൽസിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുമ്പോൾ എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാകും. ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതൊരു നല്ല ഫെസ്റ്റിവൽ സീസൺ ആയിരുന്നെങ്കിൽ, ഒരുപക്ഷെ അല്പം കൂടി കഴിഞ്ഞ് ഈ റമദാനോട് അടുക്കുന്ന ദിവസങ്ങളായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഈ ടെക്സ്റ്റൈൽസിനുള്ളിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവരെ ഒഴിപ്പിക്കാൻ വലിയ രീതിയിൽ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നിരിക്കെ പോലും അവരെ വളരെ വേഗത്തിൽ ഒഴിപ്പിക്കാനും അതോടൊപ്പം തന്നെ ആർക്കും തന്നെ പരിക്കില്ല. അത് ആകെ 1-2 പേർക്ക് മാത്രമേ പരിക്കുള്ളൂ. ബാക്കി മുഴുവൻ പേരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയിരുന്നെങ്കിൽ ഒരുപാടധികം ആളുകൾ അവിടെ ഉണ്ടാകുമായിരുന്നു. എന്തായാലും 6 മണിക്കൂറിലേറെ സമയമെടുത്താണ് ഫയർഫോഴ്സ് സംഘം വളരെ ശ്രമകരമായിക്കൊണ്ട് ഈ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും കോടികളുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. ഈ വസ്ത്രങ്ങളായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് കത്തി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തൽ. അത് എത്ര എന്നുള്ളത് അത് കണക്കാക്കപ്പെട്ടിട്ടില്ല. 2ാം നിലയിൽ നിന്ന് തുടങ്ങി 3ലേക്ക് പടർന്ന് 4ലേക്ക് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. ആദ്യം തീയണക്കാൻ കഴിഞ്ഞത് 4ാം നിലയിലാണ്, പിന്നീട് 3ാം നില, 2ാം നില, അങ്ങനെ ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ വിവിധ വകുപ്പുകളുടെ പരിശോധനകൾ അവിടെ ഉണ്ടാകും. ഈ ഫയർ വകുപ്പ് വിശദമായി കാര്യങ്ങൾ പരിശോധിക്കുകയും എവിടെയൊക്കെയാണ് തീ പിടിച്ചത്, എവിടെ നിന്നാണ് തീ പടർന്നു പിടിച്ചത്, എന്തായിരുന്നു കാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും. തുടർന്ന് മറ്റ് വകുപ്പുകളുടെയും പരിശോധനകൾ അവിടെ ഉണ്ടാകും. നേരത്തെ 2023-ലും സമാനമായ തരത്തിലൊരു തീപിടുത്തം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് തുടർച്ചയായി തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കപ്പെടും. വിശദമായ റിപ്പോർട്ടുകൾക്ക് ശേഷമേ കാരണം സംബന്ധിച്ച കാര്യത്തിലെല്ലാം നമുക്കൊരു വ്യക്തത വരൂ. നിഖിൽ പ്രമേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ലിഡിയ കൂടി ചേരുന്നുണ്ട് മധ്യകേരളത്തിലെ അടക്കം വിവരങ്ങളുമായി. ലിഡിയ, കൊച്ചിയിൽ നിന്ന് വൈറ്റ്ലയിലെ ചന്ദ്രകുഞ്ച് ആർമി ടവർ അപ്പാർട്ട്മെന്റിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയൊക്കെ നടക്കുന്നുണ്ടല്ലോ. കൊച്ചിയിൽ മധ്യകേരളത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ഈ വാർത്താദിനത്തിൽ പ്രതീക്ഷിക്കേണ്ടത്?
ക്രിസ്റ്റീന, കൊച്ചിയിൽ നിന്ന് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ചന്ദർകുഞ്ച് ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ ചേരുന്നത്. അതായത് കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു യോഗം ഒരാഴ്ച മുൻപ് ചേർന്നിരുന്നു. അതിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത് കൂടിയാണ്. പ്രത്യേകിച്ച് അതായത് ഈ ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടെൻഡർ 26-നകം പൂർത്തിയാക്കാനാണ്, ഈ മാസം 26-നകം പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരുന്നത്. മാത്രമല്ല 4 മാസത്തിനുള്ളിൽ ടവർ പൊളിക്കുമെന്നും ഇത്തരത്തിൽ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഈ ടെൻഡർ നടപടികളുടെ അല്ലെങ്കിൽ ടെൻഡർ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുടെ തുടർ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മാസം 26-നകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ തവണ മരട് ഫ്ളാറ്റ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ആ സമയത്തുണ്ടായിരുന്ന ടെൻഡർ കമ്പനി അടക്കം ഇത്തരത്തിൽ സമീപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതിലൊരു ഓപ്പൺ ടെൻഡറായാണ് ഈ ആർമി ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ടെൻഡർ വിളിക്കുന്നത് എന്നുകൂടിയാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള അത്രയധികം കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ആളുകളെ കമ്പനിയെ ഇതിൽ നിയോഗിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ടെൻഡർ ഈ മാസം 26-നകം പൂർത്തിയാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളാണ് ഇന്ന് ചർച്ച ചെയ്യുക. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാടക കുടിശ്ശികയും അതുപോലെ വാടക നിലവിൽ ഒരു 3 മാസത്തേക്കടക്കം നൽകേണ്ടതായിട്ടുമൊക്കെയുണ്ട്. ഈ കഴിഞ്ഞ 6 മാസത്തെ വാടക നൽകി തീർത്തിട്ട് കൂടിയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. 48 കുടുംബങ്ങൾ താമസിക്കുന്നതിൽ 47 കുടുംബങ്ങളും നിലവിൽ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഒരു കുടുംബം മാത്രമാണ് ഒഴിയാനായി ബാക്കിയുള്ളത്. അതിൽ ഈ വാടകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഈ കുടുംബം ഹൈക്കോടതി അടക്കം സമീപിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ കുടുംബത്തെ കൂടി ഒഴിപ്പിക്കാനുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ടെൻഡർ നടപടികളുടെ തുടർ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വാടകയുടെ കാര്യങ്ങളും ഇത് ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ് ഇന്ന് യോഗം ചെയ്യുന്നത്. ഇതാണ് കൊച്ചിയിൽ നിന്ന് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ക്രിസ്റ്റീന. ശരി, ലിഡിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ നാളെ റമദാൻ വ്രതാരംഭം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് 1 മാസക്കാലം ഇസ്ലാം മതവിശ്വാസികൾ നോമ്പനുഷ്ഠിക്കും. ആരാധനയ്ക്കും നോമ്പ് തുറക്കലുകൾക്കുമായി പള്ളികളും ഭവനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അല്ലാഹു അക്ബർ വിശ്വാസികൾ കാത്തിരുന്ന ആ പുണ്യമാസം സമാഗതമായിരിക്കുന്നു. നോമ്പുതുറകൾക്കായി പള്ളികളും ഭവനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ആത്മസംസ്കരണത്തിന്റെ ദിനരാത്രങ്ങളിലേക്ക് കടക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ. പകൽ മുഴുവൻ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചുള്ള വ്രതാനുഷ്ഠാനം, രാത്രി വൈകി വരെയുള്ള പ്രാർത്ഥനയും ഖുർആൻ പാരായണവും. വിശപ്പിന്റെ രുചിയെറിഞ്ഞ് ആത്മീയമായി സ്ഫുടം ചെയ്യുകയാണ് വ്രതത്തിന്റെ ലക്ഷ്യം. എൻ്റെ ഹൃദയം റമദാനോടുകൂടെ സ്ഫടിക സമാനമായ സംശുദ്ധ ഹൃദയമായിരിക്കണം. എൻ്റെ കൂട്ടുകുടുംബങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കും. സാധുക്കളെയും പാവങ്ങളെയും കണ്ണീരൊപ്പാനും സഹായിക്കാനും മുന്നിലുണ്ടാകും. ഞാൻ എല്ലാവർക്കും കരുണ ചെയ്യുമെന്നുള്ള പ്രതിജ്ഞയാണ് പരിശുദ്ധമായ റമദാന്റെ ഏറ്റവും വലിയ സന്ദേശം. അനുഗ്രഹങ്ങളുടെയും പാപമോചനത്തിന്റെയും മാസമായ റമദാനിൽ വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങൾ ഇരട്ടിയാക്കും. ബദർ പോരാട്ട ഓർമ്മകളും 1000 രാവുകളേക്കാൾ പുണ്യമായ ലൈലത്തുൽ ഖദറും ഈ മാസം വിശ്വാസികളെ തേടിയെത്തുന്നു. ആരാധനയ്ക്കും നോമ്പുതുറകൾക്കുമായി പള്ളികളും ഭവനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. സമൂഹ ഇഫ്താറുകൾ മതസാഹോദര്യത്തിന്റെ വേദികളാകും. ശാബാൻ 30 പൂർത്തിയാക്കിയാണ് ഇത്തവണയും വ്രതകാലത്തിലേക്ക് കടക്കുന്നത്. 24 കോഴിക്കോട്. നമ്മൾ ഡൽഹിയിലേക്കാണ്. അവിടെ വിനീത വിജി തയ്യാറാണ്. വിനീത, ഇന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവയുടെ ഇന്ത്യ സന്ദർശനം ആരംഭിക്കുകയാണ്. അപ്പം തിരഞ്ഞെടുപ്പ് എടുക്കുന്ന അസമിൽ നിന്നും ബംഗാളിൽ നിന്നും വാർത്തകളുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബംഗാളിൽ പോകുന്നു. ഒപ്പം പ്രിയങ്ക ഗാന്ധി അസമിലുണ്ട്. അസമിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഈ നിമിഷങ്ങൾ നടക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ ഈ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാന വാർത്തകൾ എന്താണ്? ദിലിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിന്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബ്രസീലിയൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് 6ാം തവണയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇത്തവണ എത്തുന്നതിന് ഏറ്റവും പ്രധാനമായും ഡൽഹിയിൽ നടക്കുന്ന AI സബ്മിറ്റ് ഉച്ചകോടിയിൽ കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. അതിൽ ഇന്നും നാളെയുമായി ഈ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം 21-ാം തീയതിയാണ് പ്രധാനമന്ത്രിയുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടത്തുക.
അതിൽ ഊർജം, പ്രതിരോധം, ഒപ്പം തന്നെ കൃഷി, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിയൻ പ്രസിഡന്റിനായി ഉച്ചവിരുന്ന് ഒരുക്കുന്നുണ്ട്. ഒപ്പം രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെയായി ലുലൂഡ സിൽവ കൂടിക്കാഴ്ച നടത്തും. അങ്ങനെ ഒരു സന്ദർശനമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം തന്നെ 14 മന്ത്രിമാരും ഒപ്പം തന്നെ ചില ബിസിനസ് പ്രതിനിധികളും ഒക്കെ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവരൊക്കെ തന്നെ ഇന്ത്യയിൽ എത്തുന്നുണ്ട്. അത് ഈ ഉച്ചകോടിയുടെ കൂടി ഭാഗമായിട്ടാണ് എത്തുന്നത്. മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന അസമിലും ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലും നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അസമിൽ തന്നെയാണ്. അസമിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധി അസമിൽ സന്ദർശിക്കുന്നുണ്ട്. അസം സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തം കൂടി പ്രിയങ്ക ഗാന്ധിക്കുണ്ട്. അതിനിടയിലാണ് അസമിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും പിന്നാലെ അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ രാജി പിൻവലിക്കുന്നു എന്നൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും ഇന്നലെ അദ്ദേഹം വീണ്ടും പറയുകയുണ്ടായി താൻ ഒരു പാർട്ടിയുടെയും അംഗമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് പിന്നാലെ തന്നെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം ഈ മാസം 22-ന് ദീപൻ ബോറ BJP-യിൽ ചേരുമെന്നാണ് അസം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് അസം സന്ദർശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും നിർണായകം. ഭുവൻ ബോറയ്ക്കൊപ്പം തന്നെ കോൺഗ്രസിലെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി BJP-യിലേക്ക് ചേരുമെന്നൊക്കെയാണ് BJP നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത്. അതിൽ ഏത് തരത്തിലാണ് ആ രാഷ്ട്രീയ നീക്കമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമ ബംഗാളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഈ ആഴ്ചയ്ക്കിടെ നടത്തുന്ന 2ാമത്തെ സന്ദർശനമാണ്. ഇത്തവണ എത്തുന്നത് അവിടെ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് കൂടി വേണ്ടിയാണ്. ഇസ്കോണിലെ മായാപുരിയിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമിത്ഷായുടെ സന്ദർശനവും വലിയ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഇതില്ല ശരിയായ രീതിയിൽ വലിയ വാർത്തകൾ ഇന്ന് നമ്മൾ ദേശീയ തലത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും തലസ്ഥാനത്തിന് പുറത്തായതിനാൽ ഓൺലൈനായാണ് യോഗം ചേരുക. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനമാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സുപ്രധാന തീരുമാനം. RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കൊല്ലത്ത് ചേരും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സീറ്റുകളിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് യോഗം തീരുമാനിക്കും. മട്ടന്നൂർ, ആറ്റിങ്ങൽ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിൽ ഇന്ന് യോഗത്തിൽ തീരുമാനം എടുത്തേക്കും. ഇരവിപുരം സീറ്റിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിലും ഇന്ന് ചർച്ചയുണ്ടാകും. NK പ്രേമചന്ദ്രന്റെ മകനെ മത്സരിപ്പിക്കാൻ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദമുണ്ട്. കാർത്തികിന് മുതിർന്ന UDF നേതാക്കളുടെ പിന്തുണയുമുണ്ട്. CPIM വിട്ടെത്തിയ BN ഹസ്കർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N നൌഷാദ്, സജി D ആനന്ദ് എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നുണ്ട്. നേരത്തെ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ വാമനപുരം, ചടയമംഗലം, ആലപ്പുഴ തുടങ്ങിയ സീറ്റുകളിൽ പകരം നൽകണം എന്നാവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം തീരുമാനം പറഞ്ഞിട്ടില്ല. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കൈമുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി വിനോദിനിക്ക് വീണ്ടും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കൈത്താങ്ങ്. വീട് വയ്ക്കാനുള്ള ഭൂമിയുടെ ആധാരം പാലക്കാട്ട് നടന്ന പുതുയുഗ യാത്രയുടെ സ്വീകരണ യോഗത്തിൽ വിനോദിനിക്കും അമ്മയ്ക്കും കൈമാറി. കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷനാണ് ഭൂമി വാങ്ങി നൽകിയത്. വീട് വയ്ക്കാൻ സ്ഥലമില്ലെന്ന് കുടുംബം പ്രതിപക്ഷ നേതാവിനെ നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷനെ വസ്തു വാങ്ങി നൽകുന്നതിന് പ്രതിപക്ഷ നേതാവ് ചുമതലപ്പെടുത്തിയത്. പല്ലശന പഞ്ചായത്തിൽ പല്ലാവൂർ എന്ന സ്ഥലത്താണ് 5 സെന്റ് ഭൂമി നൽകിയത്. പത്തനംതിട്ട കൂടലിൽ 5 വയസ്സുകാരിയായ മകളെ കനാലിൽ എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച പിതാവ് അറസ്റ്റിൽ. കൂടൽ സ്വദേശി ഷിജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യയുമായി വഴക്കുണ്ടായതിനെ തുടർന്ന് ഇയാൾ മകളെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടിയെ നാട്ടുകാർ ചേർന്ന് രക്ഷിച്ചതിനു പിന്നാലെ കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ ഷിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പിന്നീട് റിമാൻഡ് ചെയ്തു. JEE മെയിൻ ആദ്യ സെഷൻ പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും വിജയഗാഥ രചിച്ച് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. കേരളത്തിലെ ആദ്യ 5 സ്ഥാനങ്ങൾ പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. ലക്ഷദ്വീപിൽ 1ാം സ്ഥാനവും രാജ്യത്തിന് പുറത്ത് പരീക്ഷ എഴുതിയവരിലെ 1ാം സ്ഥാനവും പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് നേടിയത്. JEE മെയിൻ 2026 ആദ്യ സെഷൻ ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിൽ വീണ്ടും അപ്രമാദിത്വം ഉറപ്പിക്കുകയാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. തൃശൂർ നാട്ടികയുടെ അഭിമാനമായി മാറിയ വൈഷ്ണവ് ENK 99.98 എന്ന മികച്ച സ്കോറോടെയാണ് കേരളത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കൃതീഷിന്റെയും സന്ധ്യ കൃതീഷിന്റെയും മകനാണ് വൈഷ്ണവ്. ദേവമാത CMI പബ്ലിക് സ്കൂളിലെ +2 പഠനത്തോടൊപ്പമാണ് വൈഷ്ണവ് ബ്രില്യന്റിൽ പരിശീലനം നേടിയത്.
വൈഷ്ണവിന് പിന്നാലെ ആദ്യ 5-ൽ ഇടം പിടിച്ചത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. തിരുവനന്തപുരം സ്വദേശി കിഷൻ ശിവദാസ് 2ാം സ്ഥാനവും ആലപ്പുഴ മാവേലിക്കര സ്വദേശി നിരഞ്ജൻ ജയ്പിള്ള 3ാം സ്ഥാനവും നേടി. 4ാം സ്ഥാനത്ത് എറണാകുളം അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവും 5ാം സ്ഥാനത്ത് മൂവാറ്റുപുഴ സ്വദേശി ആൽഫ്രഡ് ജെൻസണും ഇടം പിടിച്ചു. കേരളത്തിനു പുറമെ വിദേശ രാജ്യങ്ങളിൽ പരീക്ഷ എഴുതിയവരിൽ ഡേവിസ് എസ് ജോണും ലക്ഷദ്വീപിൽ നിന്ന് പരീക്ഷ എഴുതിയവരിൽ റയൻ സാക്കിയും 1ാം സ്ഥാനം നേടി. വിദ്യാർത്ഥികളുടെ കൃത്യമായ പ്ലാനിംഗും കഠിനാധ്വാനവും മികച്ച പരിശീലനവുമാണ് വിജയത്തിന് പിന്നിലെന്ന് ബ്രില്യൻ മാനേജ്മെന്റ് പ്രതികരിച്ചു. ഉജ്ജ്വല വിജയം നേടിയ വിദ്യാർത്ഥികളെ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് 24. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കടുവ കണക്കെടുപ്പ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വലിയ പങ്ക് വഹിക്കുമെന്ന് വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ വരുൺ ഡാലിയ IFS. 2ാം ഘട്ട അഖിലേന്ത്യാ കടുവ കണക്കെടുപ്പിന്റെ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ വയനാട്ടിലെ വിവിധ ഡിവിഷനുകളിൽ ജോലി ചെയ്യുന്ന 180ഓളം ജീവനക്കാർ പങ്കെടുത്തു. As part of Tiger Census Phase 2, which is starting soon, we are starting the preparatory phase for that. So as part of that, we are having training for staff from all 3 divisions, North Wayanad, South Wayanad and Wayanad Wildlife Division. വയനാട് വന്യജീവി സങ്കേതത്തിൽ 28 ബ്ലോക്കുകളും, നോർത്ത് വയനാട് ഡിവിഷനിൽ 20 ബ്ലോക്കുകളും, സൗത്ത് വയനാട് ഡിവിഷനിൽ 18 ബ്ലോക്കുകളും അടക്കം 66 ബ്ലോക്കുകളാണ് വയനാട് ജില്ലയിലുള്ളത്. വിവിധ വിസ്തീർണത്തിലുള്ള ബ്ലോക്കുകൾ ഓരോന്നിനെയും 4 ചതുരശ്ര മീറ്റർ ഉള്ള ഗ്രിഡുകളാക്കി തിരിച്ച് ക്യാമറകൾ സ്ഥാപിക്കും. ഓരോ ഗ്രിഡിലും ഓരോ ജോഡി ക്യാമറകൾ സ്ഥാപിച്ച് 1 മാസം നിരീക്ഷണം നടത്തും. ഓരോ 10 ദിവസവും പ്രത്യേക സംഘം ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സ്ഥലത്തെ ഫീൽഡ് ജീവനക്കാർ ഓരോ 5 ദിവസത്തിലും ക്യാമറയുടെ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യും. ക്യാമറകൾ പകർത്തുന്ന ദൃശ്യങ്ങൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിക്ക് കൈമാറും. ഓരോ ലാൻഡ്സ്കേപ്പിലെയും ചിത്രങ്ങളെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഠന വിധേയമാക്കി അതോറിറ്റിയാണ് കടുവകളുടെ എണ്ണം കണക്കാക്കുക. മുൻ വർഷത്തിൽ നിന്ന് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 800ഓളം ക്യാമറ ട്രാപ്പുകളാണ് നമ്മൾ വയനാട് ലാൻഡ്സ്കേപ്പിൽ ഇത്തവണ ഡിപ്ലോയ് ചെയ്യാനായിട്ട് പോകുന്നത്. വയനാടിന്റെ മുക്കും മൂലയിലുള്ള എല്ലാ കാടുകളിലും നമ്മൾ ക്യാമറ ട്രാപ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലാൻഡ്സ്കേപ്പിലെ എല്ലാ കടുവകളുടെയും ചിത്രങ്ങൾ നമുക്ക് അവിടെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പറമ്പിക്കുളം ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനിലെ കൺസർവേഷൻ ബയോളജിസ്റ്റ് വിഷ്ണു വിജയൻ, വയനാട് വന്യജീവി സങ്കേതത്തിലെ കൺസർവേഷൻ ബയോളജിസ്റ്റ് വിഷ്ണു O എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. 8-day പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്ന ആദ്യഘട്ടം ഡിസംബർ മാസത്തിലാണ് നടത്തിയത്. 24 വയനാട്. ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുന്നു.